ആയുർവേദ ചികിത്സാ രംഗത്ത് കണ്ണൂരിലെ പകരം വെക്കാനില്ലാത്ത പേരായ കണ്ണോത്തുംചാലിലെ ആപ്തശ്രീ ആശുപത്രിക്ക് NABH സർട്ടിഫിക്കറ്റ് കൈമാറി. കണ്ണൂർ ചേംബർ ഹാളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനാണ് സർട്ടിഫിക്കറ്റ് കൈമാറിയത്. ഡോക്ടർ ദമ്പതികളായ പ്രപഞ്ചും ആശയും സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങി. 20 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് ആതുര മേഖലയിൽ വിശ്വാസ്യത നേടാനും കണ്ണൂരിന്റെ മണ്ണിൽ സ്ഥാനമുറപ്പിക്കാനും ഇതിനോടകം ആപ്തശ്രീ ആയുർവേദ ഹോസ്പിറ്റലിന് കഴിഞ്ഞിട്ടുണ്ട്. രോഗീ പരിചരണത്തിലും ചികിത്സാരീതിയിലും 20 വർഷം പിന്നിടുമ്പോൾ കണ്ണോത്തുംചാലിലെ ആപ്തശ്രീ ഹോസ്പിറ്റലിന് ഇരട്ടി മധുരമായി NABH നാഷണൽ ലെവൽ സർട്ടിഫിക്കറ്റ് അംഗീകാരം. ഡോക്ടർ ദമ്പതികളായ പ്രപഞ്ചും ആശയും അടങ്ങുന്ന ടീമാണ് ആപ്തശ്രീയെ നയിക്കുന്നത്. നടുവേദന, സന്ധിവേദന, വിഷചികിത്സ, ആസ്മ, പ്രമേഹം, തളർവാദം, അമിതവണ്ണം, ഡിപ്രഷൻ, മൈഗ്രെയിൻ, ത്വക്കുപരിചരണം എന്നിവയ്ക്കുള്ള ചികിത്സ ആപ്തശ്രീയിൽ ലഭ്യമാണ്. രോഗികൾക്ക് നൂതനവും വിശാലവുമായ ചികിത്സാ സൗകര്യമാണ് കണ്ണോത്തുംചാലിൽ പ്രവർത്തിക്കുന്ന ആപ്തശ്രീയിൽ ഒരുക്കിയിട്ടുള്ളത്. ഹെർബൽ ബ്യൂട്ടി ക്ലിനിക്കും ആപ്തശ്രീയുടെ ഭാഗമാണ്. ആതുര മേഖലയിൽ രോഗീ പരിചരണം, സുരക്ഷ, ഗുണമേന്മ തുടങ്ങിയ കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്ന ഹോസ്പിറ്റലുകൾക്ക് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് നൽകുന്നതാണ് NABH സർട്ടിഫിക്കറ്റ്. അടിസ്ഥാന സൗകര്യ വികസനം, രോഗീ സൗഹൃദം, രോഗീ സുരക്ഷ, ഔഷധ ഗുണമേന്മ, അണുബാധ നിയന്ത്രണം എന്നിവയുൾപ്പെടെയുള്ള സേവന നിലവാരങ്ങൾ വിലയിരുത്തിയാണ് ഈ സർട്ടിഫിക്കറ്റ് നൽകുന്നത്. കണ്ണൂർ ചേംബർ ഹാളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ NABH സർട്ടിഫിക്കറ്റ് കൈമാറി. ഡോക്ടർ പ്രപഞ്ചും ഡോക്ടർ ആശയും ഏറ്റുവാങ്ങി. ആയുർവേദ ചികിത്സാ മേഖലയിൽ 20 വർഷത്തോളം പാരമ്പര്യം, പരിചയം, അങ്ങനെ ജനസേവനത്തിൻ്റെ കർമ്മനിരതമായ ഒരു ആസ്ഥാനമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞ കണ്ണോത്തുംചാലിലെ ആപ്തശ്രീ ആയുർവേദ ആശുപത്രി നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് നൽകുന്ന NABH സർട്ടിഫിക്കറ്റ് സ്വീകരിക്കാനുള്ള യോഗ്യതയും നേടിക്കഴിഞ്ഞിട്ടുള്ള സ്ഥാപനമാണ്. ആയുർവേദ ചികിത്സ നമ്മുടെ ഭാരതീയ ചികിത്സാ സമ്പ്രദായത്തിൻ്റെ സംസ്കൃതീകരിക്കപ്പെട്ട ഒരു ആത്മഭാവമാണ്. ചികിത്സ ആരംഭിച്ച് മണിക്കൂറുകൾക്കകം അതിൻ്റെ പ്രതിഫലം ഉണ്ടാക്കുന്നില്ല. പക്ഷേ അടിസ്ഥാനപരമായി ആയുർവേദ ചികിത്സയും ആയുർവേദ ഔഷധങ്ങളും മനുഷ്യ ശരീരത്തിൻ്റെ ആന്തരികവും ബാഹ്യവുമായ നിരവധി പരിചരണ കർമ്മങ്ങളിൽ അതുല്യമായ പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്ന ചികിത്സാ സമ്പ്രദായമാണ്. അത് ശാസ്ത്രീയതയുണ്ട്, ജീവിതവുമായി, ഭാരതീയ സംസ്കാരത്തിൻ്റെ സംസ്കൃതിയുമായി ആത്മബന്ധമുണ്ട്. ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ആയുർവേദ ചികിത്സയും ആയുർവേദ ഔഷധവും. ഇതെല്ലാം അതുകൊണ്ട് മറ്റെല്ലാം മോശമെന്നല്ല, എല്ലാം അതാത് നിലയിൽ ഗുണകരമാണ്. ആപ്തശ്രീ കമ്മിറ്റി പ്രസിഡന്റ് K. രാജീവൻ അധ്യക്ഷത വഹിച്ചു. ഇന്ത്യയിൽ തന്നെ ഒന്നാം നിര യൂട്യൂബർമാരിൽ ഒരാളായ യൂട്യൂബർ KL ബ്രോ ബിജു, കണ്ണൂരിലെ പ്രമുഖ ബിസിനസ്സുകാരനായ തണ്ടായൻകണ്ടി സുരേഷ്, ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഫെയിം ദയാ ധനേഷ് എന്നിവരെ ആദരിച്ചു. കൂടാതെ സ്ഥാപനത്തിലെ ജീവനക്കാരെയും ആദരിച്ചു. ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് P. ഇന്ദിര, BJP കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ, കൌൺസിലർ പ്രകാശൻ പയ്യനാടൻ, നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് TK രമേഷ് കുമാർ, സെക്രട്ടറി അനിൽകുമാർ, BNI പ്രസിഡന്റ് മുസ്തഫ മഠത്തിൽ, ആയുർവേദ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ ഇടൂഴി ഉണ്ണികൃഷ്ണൻ, ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ കണ്ണൂർ ഏരിയ സെക്രട്ടറി ഡോക്ടർ സുസ്മിത P. നായർ, കോവിൽ റോഡ് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് സുജിത് കുമാർ, ആപ്തശ്രീ മാനേജർ രാജേന്ദ്ര തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.